മനുഷ്യർക്കിടയിൽ ഒരു പക്ഷേ ഇവയൊന്നും കല എന്നുള്ളൊരു പേരിൽ അറിയപ്പെട്ടിരുന്നില്ല എന്ന് മാത്രം. നമ്മുടെ വിദ്യാഭ്യാസവും സംസ്കാരവും കൃഷിയും ഒക്കെ വളരുന്നതിന് വളരെ കാലം മുമ്പ് ആദിമ നിവാസികളായിട്ടുള്ള പൂർവികർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മൾ ഇന്ന് കല എന്ന് പേരിട്ട് വിളിക്കുന്ന സംഗീതത്തെയും നൃത്തത്തെയും ഒക്കെ ആട്ടവും പാട്ടും കൊട്ടുമെല്ലാം അവരുടെ ജീവിത സംസ്കാരത്തിൽ നിന്ന് നമുക്ക് ഉരുത്തിരിച്ച് വായിച്ചെടുക്കാവുന്ന ഒന്നാണ്. ജനിച്ചാലും മരിച്ചാലും ഒത്തുചേരുകയും കൂട്ടം കൂടി നൃത്തവും സംഗീതവും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ സാംസ്കാരികമായി ഉന്നമനം ലഭിച്ചപ്പോൾ അതെല്ലാം നാടോടി കലകളായും പിന്നീട് അത് ശാസ്ത്രീയ കലകളായും ഒക്കെ മാറുന്ന ഒരു വഴികൾ ഉചിതമാണ്. ഇന്ന് നമ്മൾ വ്യത്യസ്ത സമുദായങ്ങളായി അല്ലെങ്കിൽ വ്യത്യസ്ത മതങ്ങളെ നിൽക്കുന്നു എന്നുണ്ടെങ്കിലും ഈ വ്യത്യസ്തതയിൽ ഒരു ഒത്തുചേരലുണ്ട്. അതാണ് നമ്മുടെ പൂർവികരിലേക്ക് നമ്മൾ പിന്നിലേക്ക് നടന്നെത്തുമ്പോൾ നമ്മൾ കാണുന്നത്. കലയായാലും പാട്ടായാലും നൃത്തമായാലും ആയോധന കലകളായാലും എല്ലാം നമ്മുടെ ജീവിതത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഉദ്ഘാടകനായി നിൽക്കുന്നത് കേവലം ഡോക്ടർ RLV രാമകൃഷ്ണൻ ആയതുകൊണ്ട് മാത്രമല്ല എന്ന് വളരെ കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കിടയിൽ ഒരു പാലമുണ്ട്, സ്നേഹത്തിൻ്റെ ഒരു പാലം. ആ പാലം തീർത്ത് കടന്നുപോയ വ്യക്തിയാണ് നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മകനും സഹോദരനും ജ്യേഷ്ഠനും എല്ലാമായ കലാഭവൻ മണി. അദ്ദേഹത്തിൻ്റെ അനുജൻ എന്നുള്ള രീതിയിലുള്ള ഇഷ്ടം തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും നമുക്ക് തരുന്നത്. അല്ലാതെ എന്നിലെ നൃത്തം കണ്ടിട്ടോ എൻ്റെ കലാകാരനെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടോ അല്ല. നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പോലും ഒരാൾ വന്ന് സംസാരിക്കുകയും മിണ്ടുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു വലിയ കലാകാരൻ ഇവിടെ ജീവിച്ചിരുന്നുവെന്നും അദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച വലിയ പണം തൻ്റെ കയ്യിൽ മാത്രം നിർത്തിക്കൊണ്ട് സുഖലോലുപനായി കഴിഞ്ഞിരുന്നൊരു കലാകാരനായിരുന്നില്ല അദ്ദേഹം. സമൂഹത്തിലേക്ക് ഇറങ്ങി തൻ്റെ മുമ്പിലേക്ക് വരുന്ന ഓരോ വ്യക്തിയെയും ജാതി മതഭേദമന്യേ അവരുടെ വിഷമങ്ങളെ തിരിച്ചറിയുകയും അവർക്ക് വേണ്ട സഹായഹസ്തങ്ങൾ നീട്ടിക്കൊടുത്തുകൊണ്ട് അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് കലാഭവൻ മണി എന്ന് പറയുന്ന വലിയ കലാകാരൻ നമ്മളെ വിട്ടുപോയി 9 വർഷം തികയുന്ന ഈ വേളയിലും സ്നേഹിച്ച് കുടിയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്, ആ സ്നേഹം തന്നെയാണ്. അപ്പോൾ നമുക്ക് കലാകാരൻ എന്നുള്ളത് കൃത്യമായി ഇപ്പോൾ മണിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പല ആളുകളും നമ്മളോട് പറയേണ്ട, മണിച്ചേട്ടൻ ചാലക്കുടിയിൽ താമസിക്കേണ്ടിയിരുന്നില്ല, ചെന്നൈയിൽ പോയി താമസിക്കണം, അതുപോലെ വലിയ വലിയ ഫ്ലാറ്റിൽ താമസിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷേ കലാഭവൻ മണി അങ്ങനെയായിരുന്നില്ല. അദ്ദേഹത്തിന് തൻ്റെ നാട്ടിലേക്ക് ഏതൊരു ഉത്സവത്തിനും അവിടുത്തെ എന്താ പറയുക കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അപ്പുറം ഏത് മതത്തിൻ്റെ ഉത്സവങ്ങളും ആഘോഷിക്കുന്ന ഒരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിന് ആ സമയം എത്ര വലിയ തിരക്കുകളുണ്ടെങ്കിലും അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോരും. ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു കാവ്യമുണ്ടും എടുത്ത് ചെറിയ കുറിയും തൊട്ട് ചെറിയ മുറുക്കാനും മുറുക്കി നാട്ടിലൂടെ നമ്മളെപ്പോലെ തന്നെ വഴിയിലൂടെ ആസ്വദിച്ച് നടക്കുന്ന ഉത്സവങ്ങളായാലും പെരുന്നാളുകളായാലും ഒക്കെ ആസ്വദിക്കുന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അവിടേക്ക് വന്ന് ആ ജനങ്ങളുമായി സംവദിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് സന്തോഷം ലഭിക്കുകയുള്ളൂ. അതോ AC-യോ ഇതൊന്നും കൊടുത്താൽ അദ്ദേഹം അടങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ പാലക്കാട് നിന്ന് വരുമ്പോൾ ഓർത്ത ഒരു കാര്യം, ഇപ്പം നിങ്ങളെല്ലാവരും ചാലക്കുടിക്ക് വന്നിട്ടുള്ളവർക്കറിയാം, കലാഗ്രഹത്തിൽ ഒരു കാളവണ്ടി കിടക്കുന്നുണ്ട് അല്ലേ, കണ്ടവർക്കറിയാം. അപ്പോൾ ഈ കാളവണ്ടി പലവരും പറയുന്നത് കലാഭവൻ മണിച്ചേട്ടൻ്റെ അച്ഛൻ ഓടിപ്പിച്ചിരുന്ന വണ്ടിയാണെന്നാണ് പല സോഷ്യൽ മീഡിയകളും പറയുന്നത്. ഇപ്പോൾ ഞങ്ങളെയൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയയാണ്, ഞങ്ങളറിയാത്ത പല കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു മണിച്ചേട്ടൻ്റെ മകളുടെ ലക്ഷ്മിക്ക് SSLC പാസ്സായപ്പോൾ ലഡു കൊടുത്ത ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ വന്നിരുന്നു. ലക്ഷ്മിയുടെ പിറന്നാൾ ഏപ്രിൽ 2-ാം തീയതിയാണ്. ഇപ്പം ഞങ്ങളറിയാത്ത പല കാര്യങ്ങളും അതിന് മുൻപ് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം എന്നെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതിയിലാണ്. കാരണം മണിച്ചേട്ടൻ ഞങ്ങളെ സ്നേഹിച്ചിരുന്നില്ല, മണിച്ചേട്ടൻ എന്നെ നോക്കിയിരുന്നില്ല, ഞങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു എന്നൊക്കെ. പക്ഷേ ഭാഗ്യം പോലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ മറ്റൊരു ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ചേട്ടനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി എൻ്റെ അനുജനാണ് എനിക്ക് അനുഗ്രഹം തരുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പം അത്രയും ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. വന്നത്
അപ്പോൾ ചേട്ടൻ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പാലക്കാട് പോയപ്പോൾ ഒരു ഗാന ചിത്രീകരണത്തിന് വേണ്ടിയിട്ടാണ് ആ കാളവണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ മണിച്ചേട്ടൻ ആ കാളവണ്ടി ഓടിച്ച് പാട്ട് പാടുന്നൊരു സീനാണ്. ഈ കാളവണ്ടിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിപ്പിച്ചപ്പോൾ ഈ കാളയും ഈ കാളവണ്ടിയുമായി ഭയങ്കര ഒരു ബന്ധം ഉണ്ടാക്കിയ ആൾക്ക് അങ്ങനെയാണ്. ഒരു ബന്ധം തോന്നി കഴിഞ്ഞാൽ പിന്നെ അത് ഉപേക്ഷിക്കില്ല. അങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞു, ആള് മേക്കപ്പ് ഒന്നും മാച്ചില്ല, അതേ വേഷത്തിൽ തലയിലൊരു കെട്ടും കെട്ടി ആ കാളവണ്ടി ഓടിച്ച് ചാലക്കുടിയിലേക്ക് വന്നു. ചാലക്കുടിയിലേക്ക് വന്ന സ്ഥിതി നേരെ വിപരീതമായി. കാരണം കാളയ്ക്ക് അറിയില്ലല്ലോ കലാഭവൻ മണി എന്നുള്ള കാര്യം. ഈ രണ്ട് കൂറ്റൻ കാളകള് എന്ത് ചെയ്താൽ പിടിച്ചു നിർത്തിയാൽ നിൽക്കാത്തൊരവസ്ഥയെ അവസാനം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കാളകളെ കഴിച്ചിലാക്കി അത് വേറെ ആൾക്ക് കൊടുത്തു. കാളവണ്ടി അങ്ങനെ അവിടെ കൊണ്ടുവിട്ടു. അതാണ് ആ സ്മരണ കാളവണ്ടി. പിന്നെ അവിടെ ഒരു ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ട്. ആ ഓട്ടോറിക്ഷ കലാഭവൻ മണിച്ചേട്ടൻ ഓടിച്ചാന്നാണ് പറയുന്നത്. ഒരിക്കലും അല്ല, മണിച്ചേട്ടൻ ഞങ്ങളുടെ മൂത്ത സഹോദരന് വാങ്ങിച്ചു കൊടുത്ത ഓട്ടോറിക്ഷയാണ്. കാരണം എല്ലാവർക്കും അറിയാലോ, ഒരു ഓട്ടോറിക്ഷയ്ക്ക് 100 എന്ന നമ്പർ കിട്ടണമെങ്കിൽ ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് കിട്ടില്ല എന്നുള്ള കാര്യം അറിയാം. ഇപ്പൊ മണിച്ചേട്ടൻ വളരെ വലുതായി സാമ്പത്തികമൊക്കെ ആയതിനു ശേഷം ഞങ്ങളുടെ മൂത്ത സഹോദരൻ്റെ മകൻ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നു, അവന് വാങ്ങിച്ചു കൊടുത്തു. അത് പ്രളയത്തിൽ മുങ്ങിപ്പോയി. പിന്നീട് അത് റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അത് അവിടെ കൊണ്ടുവിട്ടു. പക്ഷേ സോഷ്യൽ മീഡിയ ഇതിനെയൊക്കെ വളരെ മോശമായ രീതിയിൽ ഓരോരുത്തരും ഞങ്ങളുടെ ബന്ധങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ മോശമായി ചിത്രീകരിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വേദനിപ്പിച്ച സാഹചര്യങ്ങളിലൂടെയാണ് ഈ കഴിഞ്ഞ 8 വർഷക്കാലം സഞ്ചരിച്ച് ഇന്നെത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ വന്നപ്പോൾ നമ്മൾ വിചാരിക്കാതെ തന്നെ നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും എന്നുള്ളതാണ്. അതിന് സത്യസന്ധമായുള്ള മാർഗം തിരഞ്ഞെടുക്കുക, ആ സത്യം നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ചേട്ടൻ തന്നൊരു അനുഗ്രഹം. അതിലൊരു അറം പറ്റിയ വാക്കുണ്ട്, ഞാനില്ലെങ്കിൽ പോലും നീ ഉന്നതിയിലെത്തും എന്നൊരു വാക്ക്. അതിപ്പോ അത് എന്താ പറയുക, അദ്ദേഹം മുകളിൽ നിന്ന് അത് കാണുന്നുണ്ടായിരിക്കും. ഒരു രീതിയിലല്ല ഞാൻ കല പഠിച്ചത്, അത് ജന്മസിദ്ധമായി കിട്ടിയ ഒരു കലയായതുകൊണ്ട് അതിനെ പഠിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. മണിച്ചേട്ടൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കലാഭവൻ മണി എന്നുള്ള പേര് നേടിയെടുത്തത്. അതുപോലെ തന്നെ ഒരു കല പഠിച്ച് അതിൻ്റെ ഏറ്റവും ഉന്നമനത്തിൽ എത്തണം എന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ശാസ്ത്രീയമായി കല പഠിക്കാൻ മണിച്ചേട്ടന് കഴിയാതിരുന്നത് കൊണ്ട്, അത്രയും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഏറ്റവും ഒരു മാർക്ക് പോലും ചോർന്നു പോകാതെ പഠിച്ച വിഷയങ്ങളെല്ലാം തന്നെ 1ാം റാങ്കോട് കൂടിയുള്ള സർട്ടിഫിക്കറ്റ് അത് കലാഭവൻ മണിച്ചേട്ടൻ്റെ വിജയമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഞാൻ കൊണ്ടുചെന്ന് സമർപ്പിച്ചത്. പ്രോത്സാഹനം കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ഡോക്ടർ RLV രാമകൃഷ്ണൻ നിൽക്കുന്നത്. ഈ ഒരു സമയത്തും അദ്ദേഹത്തെ എൻ്റെ ഗുരുനാഥനായി, എൻ്റെ അച്ഛന് തുല്യനായി, എൻ്റെ ഏറ്റവും സ്നേഹമുള്ള സഹോദരനായി ഹൃദയത്തോട് ചേർക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അധികം ദീർഘിപ്പിക്കുന്നില്ല, സമയം വൈകി. ഇനി എനിക്ക് നാളെ രാവിലെ മാവേലിക്കര മാർ ഇവാനിയസ് കോളേജിൽ ഒരു ക്ലാസ് എടുക്കാൻ പോകേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും ദൂരം ചാലക്കുടിയിലെത്തി അവിടെ ചെന്ന് ബാഗ് എടുത്ത് ഉടനെ കോട്ടയത്തേക്ക് പോവേണ്ടതുള്ളത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വിശിഷ്ട ചോദിച്ചുകൊണ്ടും ഈ മാമാങ്കത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഈ 31ാമത് മാമാങ്ക മഹോത്സവം കലാഭവൻ മണിച്ചേട്ടൻ്റെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വലിയ